ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും ഭൂരിഭാഗം ആളുകളും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എക്സാമിന് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരുമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ എക്സാം സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, പബ്ലിഷ് ചെയ്തില്ല. അപ്പം നമ്മൾ പൊതുവായിട്ട് അതിന് നമുക്ക് ഏതൊക്കെ സിലബസ് വരാമെന്ന് വെച്ചിട്ട് നമുക്ക് ബാങ്കിങ് എന്നുള്ളത് നമുക്ക് വരും. കാരണം ബാങ്കിലേക്കുള്ളതാണ് അത്. ബാങ്കിങ് ഇൻക്ലൂഡിങ് ദ മോഡേൺ ബാങ്കിങ് ടേംസ്, ആ ഒരു കാര്യം തീർച്ചയായിട്ടും വരും. പിന്നെ അതിൽ പ്രതീക്ഷിക്കാവുന്നത് കോർപ്പറേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരും. ഐ ടി കുറച്ച് ഭാഗങ്ങൾ അതിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു 3 വിഷയങ്ങൾ, അതായത് നമ്മൾ JCI പ്രിപ്പയർ ചെയ്തിട്ടില്ല, ആ ഒരു കാര്യങ്ങളും കുറച്ചും കൂടി മോഡേൺ ബാങ്കിങ് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ. അപ്പോൾ സിലബസ് എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ ആ ഒരു സിലബസ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളത് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പം നമ്മൾ ഈ എക്സാം എഴുതുന്നതിന് മുൻപ് ആ ഒരു ഈ സ്കാഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. കാരണം ആ ബാങ്കിൻ്റെ എക്സാം, ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം എഴുതുമ്പോൾ ആ ബാങ്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ് നമ്മൾ അങ്ങനത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജായിട്ടുള്ള എജു വേൾഡ് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ റൂൾസിൻ്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ അക്കൗണ്ടൻസിയുടെ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ ലോയും മോഡേൺ ബാങ്കിങ്ങിൻ്റെ ടേംസൊക്കെ അടങ്ങിയിട്ടുള്ളതും ചെയ്തിട്ടുണ്ട്, അതും പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ സമയം വൈകാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ RAയിലാണ്. സെക്ഷൻ RA ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് എന്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് സ്റ്റേറ്റ് വൈഡ് ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 2 ടയർ സിസ്റ്റമാണ്. 2 ടയർ സിസ്റ്റമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ലെവൽ എന്താണ്? പ്രൈമറി ലെവൽ എന്ന് പറയുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണ്. അപ്പം ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2OC ആണ്. സെക്ഷൻ 2OC ആണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സ്കാഡ്ബ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 2RA ഓഫ് KCS ആക്ട്. ആൻഡ് ഇതിൻ്റെ പ്രൈമറി ലെവല് നമ്മൾ പറഞ്ഞു 2 ടയർ സിസ്റ്റമാണ്. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇത് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 2OC ആണ്. അപ്പോൾ അപ്പെക്സ് ലെവൽ എന്നുള്ളത് സ്കാഡ്ബും അതേപോലെ പ്രൈമറി ലെവൽ എന്ന് പറയുന്നത് PCARDBയുമാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ ആക്ട് പാസ്സായിട്ടുള്ളത്, ഈ സ്കാഡ്ബിൻ്റെ ആക്ട് പാസ്സായിട്ടുള്ളത് 1984ലാണ് ആക്ട് പാസ്സായിട്ടുള്ളത്. അതേപോലെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1956ലാണ്. 1956 ഒക്ടോബർ 4-നാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് 1956 നവംബർ 1-നാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ട്രിവാൻഡ്രത്താണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കേരള ഇത് വർക്ക് ചെയ്യുന്നത് ഫെഡറൽ പാറ്റേണിലാണ്. അതേപോലെ ഓൾഡ് നെയിം ഓഫ് സ്കാഡ്ബ് എന്ന് പറയുന്നത് LMB, ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നാണ് ഇതിൻ്റെ പ്രീവിയസ് നെയിം എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, അത് ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് സ്കാഡ്ബിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾഡ് നെയിം എന്ന് പറഞ്ഞത്, പ്രീവിയസ് നെയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? LMB ആയിരുന്നു, ലാൻഡ് മോർഗേജ് ബാങ്ക്. അതായത്
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നായിരുന്നു പേര്. നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്യുക. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേരെന്ന് പറഞ്ഞത്. അതെന്ത് ചെയ്തു? 1984 അഗ്രികൾച്ചറൽ ആക്ട് പാസ്സാക്കിയപ്പം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്കായിട്ട് മാറി. എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആയിട്ട് മാറി. എപ്പോഴാണ് മാറിയത്? 1984 അങ്ങനെ മാറിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 1990 നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 11/5/1990 11/5/1990 നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്ത് നോക്കാം. 11/5/1990 നമ്മളെ 1984 ആക്ട് എഗെയിൻ അമെൻമെൻറ്റ് ചെയ്തപ്പം ഇതിൻ്റെ പേര് ഒന്നും കൂടി മാറ്റി അത് ഈ കാണുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നായിട്ട് മാറി. അപ്പോൾ ഒരു റൂറൽ എന്നും കൂടി അധികമായിട്ട് ചേർത്തേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പേര് ചോദിച്ചാൽ പ്രീവിയസ് നെയിം എന്ന ഓപ്ഷനിൽ കണ്ടാൽ നിങ്ങൾ LMB എന്ന് തരാം. ചിലപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് തരാം. പിന്നീട് അതെന്തായി? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ബാങ്കായിട്ട് മാറി. എപ്പോഴാണ്? 1984. പിന്നീട് 1990 11/5/1990 അതിൻ്റെ കൂടെ റൂറൽ എന്നും കൂടി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കായിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവർക്ക്. സ്കാഡ്ബിൻ്റെ ഒരു സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് STC എന്ന് പറയുന്നത്. സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് എറണാകുളത്താണ്. അതേപോലെ നബാർഡിന്ന് എന്തായിരുന്നു ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൂടി ഈ STC സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി ഇവർ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നുമായിട്ട് പറയാനുള്ളത്, ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എന്താണ്? ഗഹാൻ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗഹാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്താ ഗഹാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മേലുള്ള സ്പെഷ്യൽ ചാർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഒന്ന് PCARDB, നമ്മൾ ആദ്യം പറഞ്ഞ പ്രൈമറി PCARDB അല്ലെങ്കിൽ SCARDB, ഇവരാണ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് PCARDB ഇതിൻ്റെ പ്രൈമറി ലെവൽ, രണ്ടാമത് SCARDB. ഇപ്പോൾ ഓപ്ഷനിൽ ഏതെങ്കിലും കാണും, ഒന്നുകിൽ PCARDB കാണും, SCARDB കാണും. അപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1984 എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? DV ഫയൽ എന്ന് പറയും. എന്താ DV ഫയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ. DV ഫയൽ എന്ന് പറയും. നമ്മൾ ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഈ സ്കാഡ്ബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫീസർ, അതായത് നമ്മളിങ്ങനെ പ്രോപ്പർട്ടി വാല്യുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് 2 ഓഫീസർമാരാണ് സാധാരണ ഉണ്ടാവുക. ഒന്ന് വാല്യുവേഷൻ ഓഫീസറും രണ്ടാമത്തത് അഗ്രികൾച്ചറൽ ഓഫീസറും. രണ്ടാമത്തത് അഗ്രികൾച്ചറൽ ഓഫീസറുമാണ് ഉണ്ടായത്. അതായത് നമ്മുടെ ലോൺ എമൗണ്ട് 8 lakhന് മുകളിലാണെങ്കിൽ നമ്മുടെ ലോൺ എമൗണ്ട് അപ് ടു 8 lakh വരെയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഓഫീസറാണ് വാല്യൂ ചെയ്യുക. നമ്മളെടുക്കുന്ന ലോൺ 8 lakh വരെയാണെങ്കിൽ, ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 8 lakh വരെയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഓഫീസറാണ് അത് വാല്യൂ ചെയ്യുക. എബവ് 8 lakh ആണെങ്കിൽ അത് വാല്യുവേഷൻ ഓഫീസർ ആയിരിക്കും വാല്യൂ ചെയ്യുക. അപ്പം ഈ വാല്യുവേഷൻ ഓഫീസർ PCARDBയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത്, വാല്യുവേഷൻ ഓഫീസർ PCARDBയുടെ എന്താണ് വാല്യുവേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരിക്കും. അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. പിന്നെ ഇതുമായിട്ട് പറയാനുള്ളത് സ്കാഡ്ബ്. ഈ സ്കാഡ്ബാണ്
എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? സ്കാർബ് പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് DAP. സ്കാർബ് പ്രിപ്പയർ ചെയ്യുന്നതാണ് DAP എന്ന് പറയുന്നത്. എന്താ DAP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ ഇവരും പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്കാർബാണ്. പിന്നെ നമുക്ക് ഈ സ്കാർബിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞത് മെയിനായിട്ട് ഡിബഞ്ചറാണ് ഇവർ യൂസ് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഫണ്ട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ ഒരു സോഴ്സ് ഓഫ് ഫണ്ട് ഇവർ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിബഞ്ചർ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിട്ടുള്ള എവിടെ നിന്നാണ്? ലാറ്റിൻ വേർഡായിട്ടുള്ള ഡെബ്രയിൽ നിന്നാണ്. DEBERE ഡെബ്രി എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിബഞ്ചർ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ബോറോ ആണ്, അല്ലെങ്കിൽ ടു ഓ എന്നും കൂടി നമ്മളെന്നും പറയും. ടു OWE അങ്ങനെയും കൂടി നമ്മളതിന് പറയുന്നതാണ്. അപ്പം ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇവരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് അവർ നബാർഡിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള ക്ലിയറൻസ് വാങ്ങിയിരിക്കണം. അതായത് ബിഫോർ ഇഷ്യൂ ദ ഡിബഞ്ചേഴ്സ് ദ സ്കാർബ് മസ്റ്റ് ഒബ്റ്റെയിൻ എ ക്ലിയറൻസ് ഫ്രം ദി നബാർഡിൽ നിന്നൊരു ക്ലിയറൻസ് വാങ്ങിയിരിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ട്രസ്റ്റി എന്ന് പറയുന്നത് ഇവർ ഈ സ്കാർബ് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിൻ്റെ ട്രസ്റ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും ഹൂ ആക്ട് ആസ് ട്രസ്റ്റി ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ സ്കാർബ്. ആരാണ്? രജിസ്ട്രാർ ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഇവർ ഇഷ്യൂ ചെയ്യുന്ന ഇതിനുള്ള ഇതായിട്ട് ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിന് ഗ്യാരണ്ടി ആയിട്ട് പ്രവർത്തിക്കുന്നത് RCSഉം അതേപോലെ ഗ്യാരണ്ടി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ്റുമാണ്. ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത് ഗവൺമെൻറ്റാണ്. അതേപോലെ ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ടുമാണ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ മറക്കരുത്, ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത് RCSഉം ഗ്യാരണ്ടി നിൽക്കുന്നത് എന്താണ്? ഗവൺമെൻറ്റുമാണ്. പക്ഷേ ഇതിൻ്റെ ഇൻട്രസ്റ്റ്, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, ഇതിൻ്റെ ഡിബഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ നമ്മളതിനെ സിങ്കിങ് ഫണ്ട് എന്ന് പറയും. നമ്മളിപ്പോൾ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നിങ്ങൾ സിങ്കിങ് ഫണ്ട് എന്ന് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സിങ്കിങ് ഫണ്ട്? ഈസ് യൂസ്ഡ് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. അതിനെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സിങ്കിങ് ഫണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അതെന്തിനാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്? ലോൺ റിക്കവറീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള ഡിബഞ്ചേഴ്സാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ലോങ് ടേം ഫിനാൻസ് ആണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം 3 തരത്തിലുള്ള ഡിബഞ്ചേഴ്സാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഓർഡിനറി ഡിബഞ്ചേഴ്സ് ആണ്. രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂറൽ ഡിബഞ്ചേഴ്സ്. ഫസ്റ്റ് വൺ ഓർഡിനറി ഡിബഞ്ചേഴ്സ്. എന്തിനാണ് ഓർഡിനറി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്? ഓർഡിനറി ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓർഡിനറി ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ ഡിബഞ്ചറാണ് റൂറൽ ഡിബഞ്ചേഴ്സ്. അപ്പോൾ അതെന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്? പ്രൈമർലി വിത്ത് എ വ്യൂ ടു മൊബിലൈസ് റൂറൽ സേവിങ്സ് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് അതിൽ പറയുന്നത്. മൂന്നാമത്തെ തരത്തിലുള്ള ഡിബഞ്ചേഴ്സാണ് സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഈ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സ്കീം ഓഫ് നബാർഡ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് അല്ല സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ഫുള്ളി ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, റൂറൽ ഡിബഞ്ചേഴ്സിനാണ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത്. റൂറൽ ഡിബഞ്ചേഴ്സിനാണ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത്. ആരെക്കാളും? ഓർഡിനറി ഡിബഞ്ചേഴ്സിനേക്കാളും സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് റൂറൽ ഡിബഞ്ചേഴ്സിനാണ്.
അതേപോലെ ഫേസ് വാല്യൂ ഓഫ് റൂറൽ ഡിബഞ്ചേഴ്സ് ആർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ഓർഡിനറി ഡിബഞ്ചേഴ്സ്. ഓർഡിനറി ഡിബഞ്ചേഴ്സിനേക്കാളും ഫേസ് വാല്യൂ എന്നതിന് കുറവാണ്, റൂറൽ ഡിബഞ്ചേഴ്സിന് കുറവാണ്. പിന്നെ അതേപോലെ ഓർഡിനറി ഡിബഞ്ചേഴ്സ് ഓഫർ ചെയ്യുന്നത് സബ്സ്ക്രിപ്ഷൻ ബൈ ജനറൽ പബ്ലിക്, അതേപോലെ LICക്ക് ഓഫർ ചെയ്യുന്നുണ്ട്, അതേപോലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൽ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഒരു സ്കാർബ് സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ജനറൽ പബ്ലിക് എന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് 2012 പിന്നെ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്കാർബ് സ്റ്റാർട്ടഡ് ലെൻഡിങ് ടു നോൺ ഫാമിംഗ് സെക്ടേഴ്സിനും കൂടി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പർപ്പസിനാണെങ്കിലും ലോങ് ടേം ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോൺ അഗ്രികൾച്ചറൽ ഇതിനും കൂടി ഫാം സെക്ടറിനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 1987 ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ പറഞ്ഞു ഇതൊക്കെ ലോങ് ടേം ഫണ്ട്സുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ലോങ് ടേം ഫണ്ട്സുമായിട്ട് റിലേറ്റഡ് ചെയ്തതാണ് എന്താണ്, സ്കാർബും അതേപോലെ PCARDB. അപ്പം ഷോർട്ട് ടേം ലോൺസുകളും മീഡിയം ടേം ലോൺസുകളും ST ലോൺസ് ആൻഡ് MT ലോൺസ് ഇത് ഏതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ ഏതാണ്, പാക്സ് ആണ് ST ലോൺസുകളും MT ലോൺസുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ LT ലോൺസുകൾ ലോങ് ടേം ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, സ്കാഡ്ബാണ്. അത് മാറിപ്പോയത്. പാക്സും എന്താണ്, 2 ടൈപ്പ് സ്ട്രക്ചർ തന്നെയാണ്. പിന്നെ നമ്മുടെ SCC എന്താ SCCയുടെ ഫുൾ ഫോം, സൊറോസ്കാർ ക്രെഡിറ്റ് കാർഡ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ PCARDB ആണ്. എപ്പോഴാണ്, 2004 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ KCC കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് PCARDB ആണ്. അതും 2005 സ്റ്റാർട്ട് ചെയ്തു. 2005 SCC സൊറോസ്കാർ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ്ഡ് 2004 ആൻഡ് KCC ഇത് 2005 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി പിന്നെ പറയുന്നത് MD ഓഫ് സ്കാർബ് വാസ് അപ്പോയിൻറ്റഡ് ബൈ കേരള ഗവൺമെൻറ് ആണ് സ്കാർബിൻ്റെ MDനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ MD എന്ന് പറയുന്നത് IAS റാങ്കുള്ള ഓഫീസർ ആയിരിക്കണം. അപ്പം നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ആരാണ് സ്കാർബിൻ്റെ പ്രസൻറ്റ് MD എന്ന് പറയുന്നത്? ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മേ ബി ഉണ്ടാകാം. പ്രസൻറ്റ് MD ആരാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്കാർബിനെ പറ്റിയിട്ട് മെയിനായിട്ട് അറിയേണ്ട കാര്യം. അത് 2 ടയർ ആണെന്ന് പഠിക്കുക. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടുകൾ അതുമായിട്ട് റിലേറ്റഡ് ആയ ടേംസുകളാണ് ഗഹാൻ, KCC, SS, അതേപോലെ എന്താണ് DV ഫയൽ, പിന്നെ DAP, അതിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അതേപോലെ SSC, KCC, പിന്നെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൻ്റെ മറ്റൊരു പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും ഓർത്ത് വെക്കുക. സോ നിങ്ങൾ MD ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കണ്ട. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.